ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വേവിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരിയഡ്, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് വേവ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് ആംപ്ലിറ്റ്യൂഡ്. ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. വേവിലെ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് ഫിഗർ 1.11 കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈമാണ് എടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 0 സെക്കൻഡിൽ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അതായത് പാർട്ടിക്കിള് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. 0.25 സെക്കൻഡ് ആകുമ്പോൾ പാർട്ടിക്കിള് ഒരു ഡയറക്ഷനിലേക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തും. 0.5 സെക്കൻഡ് ആകുമ്പോൾ ആ പാർട്ടിക്കിള് തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ വരും. 0.75 സെക്കൻഡ് ആകുമ്പോൾ പാർട്ടിക്കിള് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തും. 1 സെക്കൻഡ് ആകുമ്പോൾ പാർട്ടിക്കിൾ തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തും. അതായത് പാർട്ടിക്കിളിന് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ 1 സെക്കൻഡ് കൊണ്ട് നടക്കുകയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ പോയിന്റ്സ് വിത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ വേവ്? A, B, C, D, E. 1 കംപ്ലീറ്റ് വൈബ്രേഷൻ നടക്കുമ്പോൾ പാർട്ടിക്കിളിന് 2 മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്, എയും സിയും. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ ഫിഗറിൽ ഒരു വേവിൻ്റെ പകുതിയും കൂടെ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് എ, സി, ഇ ആണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു പാർട്ടിക്കിളിനുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് സ്മോൾ ലെറ്റർ എ ആണ്. അത് 2 സെന്റിമീറ്റർ ആണ്. വേവ് മോഷനിൽ പാർട്ടിക്കിള് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ നടത്തുന്നതിന് ഒരു സൈക്കിൾ എന്നാണ് പറയുന്നത്. ഫിഗർ 1.12 ഒരു സൈക്കിളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുക. എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്ന ഒരു വേവ് ആണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള വേവ് ക്യാരക്ടറിസ്റ്റിക്സ് പീരിയഡ് ആണ്. ഫിഗർ 1.11 നോക്കുക. പാർട്ടിക്കിൾ 1 കംപ്ലീറ്റ് വൈബ്രേഷൻ നടത്താൻ എത്ര സമയമാണ് എടുത്തിരിക്കുന്നത്? 1 സെക്കൻഡ് ആണ്, അല്ലേ? സോ 1 കംപ്ലീറ്റ് വൈബ്രേഷൻ നടത്താൻ ഒരു പാർട്ടിക്കിൾ എടുക്കുന്ന സമയത്തിന് ടൈം പീരിയഡ് എന്നാണ് പറയുന്നത്. സോ ഇവിടുത്തെ ടൈം പീരിയഡ് 1 സെക്കൻഡ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ഫിഗർ 1.11 വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ? ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം 1 സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദ പീരിയഡ് ഓഫ് ദ വേവ് ഇൻ ദ ഫിഗർ? ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ ഈസ് കോൾഡ് പീരിയഡ്. സോ ദ ആൻസർ ഈസ് 1 സെക്കൻഡ്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വേവിൻ്റെ ഫ്രീക്വൻസിയെ കുറിച്ചാണ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ എത്ര സൈക്കിൾസ് കടന്നു പോകുന്നു എന്നതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് പാസ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഫിഗർ 1.11 നോക്കുക. 1 സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ആണ് കടന്നു പോകുന്നത്? ഒറ്റയൊരു സൈക്കിളേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ഹെർട്സ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. If the wave shown in figure 1.11 takes
1 second to travel from O to D. Find the frequency of the wave. ഒയിൽ നിന്ന് ഡി വരെ ട്രാവൽ ചെയ്യാൻ വേവ് 1 സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ ഈ വേവിന്റെ ഫ്രീക്വൻസി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1 സെക്കൻഡിൽ ഒരു സൈക്കിൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഫ്രീക്വൻസി 1 ഹെർട്സ് ആണ്. അടുത്തതായിട്ട് എന്താണ് വേവ് ലെങ്ത് എന്ന് നോക്കാം. ഫിഗർ 1.13a നോക്കുക. ഇത് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫാണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ വേവിലെ പാർട്ടിക്കിൾസിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥ എന്താണ് എന്നാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾ എയും പാർട്ടിക്കിൾ ഇയും നോക്കുക. അവ കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ആണ്, അടുത്തടുത്ത് കിടക്കുന്ന പാർട്ടിക്കിൾസ് ആണ്. സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ആണ്, അല്ലെങ്കിൽ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആണ്. അവയുടെ വൈബ്രേഷന്റെ അവസ്ഥ ഒരുപോലാണ്. പാർട്ടിക്കിൾ പിയും പാർട്ടിക്കിൾ ക്യൂവും നോക്കുക. ഇവ രണ്ടും കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ആണ്, സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലാണ്. അതുപോലെ പാർട്ടിക്കിൾ ആറും പാർട്ടിക്കിൾ എസും കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ആണ്, സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലാണ്. ഇങ്ങനെ സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലിരിക്കുന്ന രണ്ട് കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ എയും ഇയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് വേവ് ലെങ്ത് എന്ന് പറയും. പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസിനും വേവ് ലെങ്ത് എന്ന് പറയും. ആറും എസും തമ്മിലുള്ള ഡിസ്റ്റൻസിനും വേവ് ലെങ്ത് എന്ന് പറയും. So wavelength is the distance between two consecutive particles which are in the same phase of vibration. ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിളും ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ നടത്താൻ എടുക്കുന്ന സമയം കൊണ്ട് ഈ വേവ് എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത് അതിനും വേവ് ലെങ്ത് എന്ന് പറയും. സോ വേവ് ലെങ്തിന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഡ്യൂറിംഗ് ദ ടൈം ടേക്കൺ ബൈ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിളും ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമാണോ എടുക്കുന്നത് ആ സമയം കൊണ്ട് ആ വേവ് എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത് അതിനാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ ക്രസ്റ്റുകളും ട്രഫുകളുമാണ് ഉണ്ടാകുന്നത്. രണ്ട് കോൺസിക്യൂട്ടീവ് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് വേവ് ലെങ്ത് എന്ന് പറയും. അതുപോലെ രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനും വേവ് ലെങ്ത് എന്ന് പറയും. സോ വേവ് ലെങ്തിന്റെ മൂന്നാമത്തെ ഡെഫിനിഷൻ നോക്കുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ടു കോൺസിക്യൂട്ടീവ് ട്രഫ്സ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. സോ വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യാൻ ഗ്രീക്ക് ലെറ്റർ ലാംഡ ആണ് ഉപയോഗിക്കുന്നത്. വേവ് ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ലാംഡ എന്ന് എഴുതുന്നത് ഈ രീതിയിലാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ഫിഗർ 1.13a വിച്ച് പാർട്ടിക്കിൾ ഈസ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആസ് പാർട്ടിക്കിൾ എ? ബി, സി, ഡി ഓർ ഇ? പാർട്ടിക്കിൾ എയുമായി സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിൽ വരുന്നത് പാർട്ടിക്കിൾ ഇ ആണ്. ഇൻ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ പി, പാർട്ടിക്കിൾ പിയുമായി സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിൽ വരുന്ന പാർട്ടിക്കിൾ ക്യൂ ആണ്. അടുത്തത് ഇൻ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ ബി, പാർട്ടിക്കിൾ ബിയുമായി സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിൽ വരുന്ന പാർട്ടിക്കിൾ എഫ് ആണ്. സോ എഫ് ഇസ് ദ ആൻസർ. ഫിഗർ 1.13b നോക്കുക. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ കേസിൽ രണ്ട് കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് റേറിഫാക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്.
the distance between two consecutive compressions or two consecutive rarefactions is considered as the wavelength of a longitudinal wave. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. ഇൻ ഫിഗർ 1.13b which represents the wavelength lambda, CR or RR. CR എന്ന് പറഞ്ഞാൽ വേവ് ലെങ്തിന്റെ പകുതിയായിട്ടുള്ളൂ. RR ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹിയർ CR represents lambda, lambda by 2 or lambda by 4. CR എന്ന് പറഞ്ഞാൽ ഒരു വേവ് ലെങ്തിന്റെ പകുതിയാകത്തുള്ളൂ. സോ ലാംഡ ബൈ 2 ഈസ് ദ ആൻസർ. സ്പീഡ് ഓഫ് വേവ് ആണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡിനാണ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ഒരു വേവിന്റെ കേസിൽ ഒരു സെക്കൻഡിൽ വേവ് എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്, അതിനാണ് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ദ സ്പീഡ് ഓഫ് a wave is the distance traveled by the wave in 1 second. So speed in the equation distance traveled by time എന്നാണ്. Distance in the unit meter ആണ്, time in the unit second ആണ്. So the unit of speed of a wave is meter per second. The question ചോദിച്ചിരിക്കുന്നത് നോക്കുക. If a wave travels 700 meter in 2 seconds, what is the speed of the wave? Speed of wave is equal to distance divided by time. Distance is equal to 700 meter, time is equal to 2 seconds. So 700 divided by 2 is equal to 350 meter per second. So ഇവിടുത്തെ wave velocity 350 meter per second ആണ്. ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.